അപ്പൊ ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാനിപ്പൊ വന്നിരിക്കുന്നത് എന്താ പറയാ, എന്റെ മുഖത്ത് സന്തോഷം കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരാൾക്ക് പണി കൊടുക്കാനല്ലേ എന്നൊരു തോന്നലുണ്ടാവില്ല. അതെ അതെ ഗായ്സ്, ഒരാൾക്ക് പണി കൊടുക്കാനാണ്. എന്താണെന്ന് വെച്ചാൽ എന്റെ പപ്പിക്കിട്ട് പണി കൊടുക്കാനാണ്. അപ്പോൾ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്താണ് വിഷയം എന്നൊന്നും ഞാൻ പറയുന്നില്ല. വിഷയം നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. എന്താണ് നമുക്കിത് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഞാനിത് ഇത് വേറെ ഫോണാണ്. എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്പറൊന്നും ചിലപ്പോൾ അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് മാജിക്കൽ കോൾ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അപ്പോൾ ഈ ആപ്പിനകത്ത് ഞാൻ മെയിൽ വോയിസ് എടുത്തു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. പോരാ. ഹലോ കേട്ടോ, ഒന്നുകൂടെ പറയാം. ഹലോ കേട്ടോ. മാറ്റം ഇത് കണ്ടില്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇതാണ്. ഇതേ വോയിസിനകത്ത് ഞാൻ വിളിക്കാം. അപ്പൊ നമുക്ക് വിളിച്ചു നോക്കിയാലോ. ഹലോ, ജോസ് അല്ലേ? ഞാൻ നവ്യ ജോസിന്റെ പപ്പയല്ലേ? എന്താണെന്ന് വെച്ചാലേ, ഞാൻ നവ്യ യൂട്യൂബർ ആണല്ലേ? അപ്പൊ ഞാൻ യൂട്യൂബിലെ റീൽസ് ഒക്കെ കണ്ടു. അപ്പോൾ ഒരു ഞാനൊരു സിനിമ ഡയറക്ടറാണ്. അപ്പോൾ എൻ്റെ പേര് ബാബു എന്നാണ്. അപ്പോൾ ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ കുട്ടിയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ സെക്കൻഡ് നമ്പർ കൊടുത്തിരുന്നു. അപ്പോൾ ഒരു അവസരം കൊടുക്കാനായിരുന്നു. അതൊക്കെ അവൾക്ക് പേരൻസ് ഉണ്ട്. ഞാൻ അവളുടെ പപ്പയാണ്, അവളുടെ ഹസ്ബൻഡും ഉണ്ട്. അങ്ങനെ നിങ്ങൾ നേരിട്ട് വിളിക്കണ്ട, നിങ്ങളെ വിളിച്ചാൽ മതി കേട്ടോ. ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ എന്ത് ഡയറക്ടറാണ്, നിങ്ങൾ എത്ര സിനിമ. ഞാൻ കുറെ സിനിമ ഒപ്പമൊക്കെ ചെയ്തത് ഞാനാണ്. മനസ്സിലായി. പിന്നെ നിമിഷ സഞ്ജയ് ഒക്കെ എന്റെ സ്റ്റുഡന്റ് ആണ്. നിമിഷ, പിന്നെ ഫഹദ് ഫാസിൽ. അപ്പൊ ഒരു അവസരം ഞാൻ യൂട്യൂബിൽ ഇപ്പോഴാണ് കണ്ടത്. അപ്പോ നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്. അപ്പോ ഒരു അവസരം കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്പർ, വേറെ നമ്പർ വല്ലതും ഉണ്ടോ? ഒന്ന് വിളിക്കാനായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡയറക്ടറാണ്. നിങ്ങൾ ദേഷ്യപ്പെടല്ലേ? ബാബു ജോസ് ആണ്. ബാബു ജോസ് അറിയാം. ഞാൻ ഒപ്പം പിന്നെ മറ്റേ കുറെ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡയറക്ടറാണ്.
അതൊന്നും പറയാൻ പറ്റില്ല, അതൊന്നും പറയാൻ പറ്റില്ല. ആ ബോർഡ് വെച്ചിട്ട് അങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഡയറക്ടറൊന്നും പറഞ്ഞിട്ട് അങ്ങനെ പറയണ്ട. ആളുടെ തിരക്കഥ ഏത് കമ്പനിയുടെയാണ്, പ്രൊഡക്ഷൻ കമ്പനി ഏതാണ്, ആക്കെന്ന് പറയണം. ഏത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് കുട്ടീനെ കണ്ടിട്ട് ഞാൻ പറയാം. തിരക്കഥയൊക്കെ കുട്ടീനോട് എനിക്ക് പറയണം. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തന്നിരുന്നെങ്കിൽ അങ്ങോട്ട് വിളിക്കായിരുന്നു. ഇല്ല, നമ്പർ ഇപ്പൊ തരാൻ പറ്റില്ല. നമ്പർ എല്ലാം ആലോചിച്ചിട്ട് വിളിക്കാം. പിന്നെ വിളിക്ക്. ഞാൻ പറ്റി ഒന്ന് ആലോചിക്കട്ടെ. എൻ്റെ മരുമകനുമായിട്ട് സംസാരിക്കട്ടെ. അവൻ്റെ അനുഭവത്തിൽ പോയിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് നല്ല താല്പര്യം, നല്ല ഫിലിം ആണെങ്കിൽ, നല്ല ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നല്ല പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ആണെങ്കിൽ ഏത് ബാനറാണെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ. കാരണം ഞാൻ സിനിമ നല്ലൊരു ആസ്വാദനാണ്. എനിക്ക് സിനിമയെ പറ്റി നന്നായി അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ഫിലിമൊന്നും അത്ര ഇതല്ല. കാരണം ഞാൻ ചെറുപ്പത്തിനൊക്കെ നല്ല നല്ല സിനിമകൾ കാണുകയും നല്ല പ്രൊഡക്ഷൻ കമ്പനികളുടെ ഉത്തരലക്ഷ്മി പോലെയുള്ളവരുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരക്കഥ പ്രശസ്ത സംവിധായകർ, തിരക്കഥകൃത്ത് ദാമോദരൻ, അതുപോലെ ഐ വി ശശി സംവിധായകൻ, ഇങ്ങനെയുള്ളവരൊക്കെ നല്ല നല്ല തിരക്കലക്ഷ്മി പടങ്ങൾ മാത്രമല്ല, കാസിനോ ഇതൊക്കെ ഞാൻ കണ്ടു. സനൽ പിക്ചേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ബാനറുകളിലോ നിങ്ങൾക്ക് കണ്ടിട്ട്. നിങ്ങൾ കുറെ അറിവുണ്ടല്ലോ. അത് വെറുതെ ഉണ്ടായതല്ല. അതുകൊണ്ട് മാതിരി ഇതൊന്നും നിൽക്കണ്ട കേട്ടോ. വേറെ മനസ്സിരിക്കട്ടെ. ഹലോ 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 അപ്പ സൗണ്ട് മാറി വിളിച്ചതാ. സൗണ്ട് മാറി. ഒരാപ്പുണ്ട്, മാജിക് ടൂൾ എന്ന് പറഞ്ഞ ഒരാപ്പുണ്ട്, അതിനകത്ത് വിളിച്ചു. പുരുഷന്റെ ശബ്ദമായിപ്പോയി. ഞാനാ, നമ്പർ വേറെയാ. ഇതാ പരിചയമില്ലാത്ത നമ്പറാ, പുതിയ സിം എടുത്തതാ. ആരോട് പറയണ്ട കേട്ടോ. എന്താ ശരി, ഓക്കെ.